നമസ്കാരം. എനിക്ക് തോന്നി 45 മിനിറ്റ് നമ്മളെന്താ സംസാരിക്കുക എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. പൊതുവേ ഈ പറഞ്ഞ പോലെ ഏകപക്ഷീയമായി അങ്ങനെ ഒത്തിരി സംസാരിക്കുക എന്നുള്ളൊരു ശീലമുള്ള കൂട്ടത്തിലുമല്ല. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെയും ആകാം എന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയുടെ വഴികൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ വ്യക്തിപരമായൊരു സംഭാഷണത്തിന് ആയിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. സിനിമയിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സിനിമയിലേക്ക് എങ്ങനെയുള്ള വഴി എന്നുള്ളതല്ല, മറിച്ച് എൻ്റെ സിനിമയിലോട്ടുള്ള വഴി എങ്ങനെയായിരുന്നു, സിനിമയുടെ വഴിയിലൂടെ ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, എങ്ങനെയാണ് സഞ്ചരിച്ചത്, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളതായിരിക്കും കുറച്ചുകൂടി പറയുവാൻ എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും വ്യക്തിപരമായ യാത്രകളിൽ നിന്നുമൊക്കെ അത് പറയുന്നതായിരിക്കും നന്നായിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും ഇപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ഈ സിനിമയിലേക്ക് ഞാൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. അത് തുടക്കകാലത്തിൽ എനിക്ക് വലിയ അത്ഭുതമുള്ളൊരു കാര്യമായിരുന്നു, ഞാൻ എങ്ങനെ സിനിമയിൽ എത്തിപ്പെട്ടു എന്നുള്ളത്. ഇപ്പോൾ അത്ഭുതപ്പെടുന്ന കാര്യം ഞാൻ എങ്ങനെ സിനിമയിൽ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത്. യാദൃശ്ചികമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിൽ തുടരുന്നതും അങ്ങനെ തന്നെയാണ്, യാദൃശ്ചികമായിട്ട് തന്നെയാണ് തുടർന്ന് പോകുന്നതെന്നും പറയാം. അപ്പോൾ അതൊരു 20 വർഷം തുടർച്ചയായി സിനിമകൾ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യനുണ്ട്. അതെനിക്ക് തോന്നുന്നത് നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളെന്തിനാണ് സിനിമ ചെയ്യുന്നത്, നിങ്ങളെന്തിനാണ് സിനിമയിലേക്ക് ഇറങ്ങിയത്, അല്ലെങ്കിൽ സിനിമയിൽ നിങ്ങൾ തുടരുന്നത് എന്തിനാണ് എന്നുള്ളതൊരു അവനോട് തന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യന് നമുക്ക് സിൻസിയറായിട്ട് ഒരു ആൻസർ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ആ ആൻസറാണ് നമ്മുടെ സിനിമയിലേക്കുള്ള വഴിയും ആ വഴിയിലെ ഒരു സഞ്ചാര തുടർച്ചകളുമൊക്കെ. അപ്പോൾ ഞാനെപ്പോഴും എന്നോട് ചോദിക്കും എന്തിനാണ് സിനിമ ചെയ്യുന്നത്. വേറൊരു പ്രൊഫഷനുള്ള ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോമിയോപ്പതി പഠിച്ച ഒരാളാണ്. അതിനുശേഷം ഹോമിയോ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തു. ഗവൺമെൻറ് സർവീസിൽ കയറുന്നു. ഗവൺമെൻറ് സർവീസിൽ ഹോമിയോപ്പതി ഡോക്ടറായി തന്നെ തുടരുകയും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലേക്ക് മാറുകയും ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രൊഫഷൻ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വമുള്ളൊരു ജോലിയാണ്, ഒത്തിരി സമയം വേണ്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് സിനിമയും അതുപോലെ തന്നെ സമയം വേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത് എന്നൊക്കെയുള്ളൊരു അവനവൻ പരിശോധന എന്ന് പറയാമെന്ന് തോന്നുന്നു എനിക്ക്. അതെങ്ങനെ നിന്നു പോകുന്നു എന്നൊക്കെയുള്ളതും. ഞാൻ വരുന്ന സമയത്ത് 2005 എൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ടാകുന്നത്. 2005 ആ സമയത്ത് സിനിമ എന്ന് പറയുന്നത് ഇന്നത്തെ അത്ര എളുപ്പം കൂടിയല്ല. ഡിജിറ്റൽ വരുന്നതിന് മുമ്പുള്ള കാലത്താണ്. അന്ന് ഫിലിമിലാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഫിലിമിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അപ്രാപ്യമായ ഒന്നായിട്ട് തന്നെയാണ്. ഇന്നത്തെ പോലെ ഡിജിറ്റലി ആക്സസ് ഇല്ലാതിരുന്ന ഒരു സമയത്ത്, ഇന്നിപ്പോൾ നമുക്ക് മൊബൈൽ വേണമെങ്കിലും നമുക്ക് സിനിമ ചെയ്യാം, ആരുടെ ഒരു സഹായം ഇല്ലെങ്കിലും നമുക്ക് സിനിമ ചെയ്യാം. പക്ഷേ ആ സമയത്ത് അങ്ങനെയല്ല. ഫിലിമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു അപ്പർ ക്ലാസ് എന്നുള്ളൊരു തരത്തിലേക്ക് തന്നെ. അപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു രീതിയും ഇടപെടലും വെച്ചിട്ട് സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതിൽ പിന്നെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ട്രെയിനിങ് ലഭിച്ച ആളുകൾക്ക് മാത്രം ഉള്ള ഒരിടം എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് സിനിമ നിലനിന്നിരുന്നത്. കുറച്ച് ഒക്കെ ആൾക്കാർ അപവാദമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു അക്കാഡമിക്കലി ട്രെയിൻഡ് അല്ലാത്ത ഒരാൾ സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് ആ സമയത്തും അത്ര ഒരു എന്താ പറയുക, ഒരു സ്വീകരിക്കുന്ന മട്ടിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ടില്ല. പ്രത്യേകിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അതല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായികളായിട്ട് നിന്ന് സിനിമ എടുക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വാഭാവികമായിട്ട് ഒരു ഫിലിം ഡയറക്ടർ എന്ന രീതിയിലേക്കുള്ള ഒരു അപ്ഗ്രഡേഷൻ കിട്ടുന്നതോ ആ സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുന്നതോ. ആ സമയത്താണ് ഞാൻ ഈ പറയുന്നത് പോലെ ഒരു അക്കാഡമിക് ട്രെയിനിങ്ങും ഇല്ലാതെ ഒരു സിനിമയിലേക്ക് വരുന്നത്.
രണ്ടാമത് ഒരു തരത്തിലുള്ള പ്രിവിലേജും ഇല്ലാതെയാണ് സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു പ്രിവിലേജ് ഒരു സാമ്പത്തികം എന്നുള്ളൊരു പ്രിവിലേജിലോ അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു രീതിയിലുള്ള ഒരു പ്രിവിലേജോ അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള പ്രിവിലേജുകളും ഇല്ലാതെ ഒരു പക്ഷേ ആ പ്രിവിലേജിന് അപ്പുറത്തേക്കുന്ന മനുഷ്യന്മാരിൽ നിന്നും ഒരാൾ എന്നുള്ള തരത്തിലേക്കാണ് സിനിമയിലേക്ക് വരുന്നതും. ഏറ്റവും താഴെത്തട്ടിലുള്ള സാമൂഹിക ക്രമത്തിലുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ, അക്കാഡമിക്കായി പഠിക്കാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്ന ഒരു എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല. സിനിമ ചെയ്യുന്നതിലും ബുദ്ധിമുട്ടായിരുന്നു ആ സിനിമ ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു പക്ഷേ സിനിമ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് പറയാം. ആദ്യത്തെ സിനിമയോ രണ്ടാമത്തെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അതാരും അറിയുന്നില്ല. നമ്മളുടേതായ ഒരു ശ്രമം കൊണ്ട് സിനിമ ചെയ്യുകയാണ്. അത് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ആ വിവരം അറിയുന്നുള്ളൂ. നമ്മൾ സിനിമ ചെയ്യുകയാണ്, ആ സിനിമയിൽ ഇടപെടുകയാണ്, ഒരു സിനിമ നമ്മൾ ചെയ്ത് ഉടനെ കഴിയും എന്നൊക്കെ അറിയുന്നത് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സുഹൃത്തുക്കളും ആളുകളും മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആരാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്, എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സസ്റ്റൈനബിലിറ്റിയാണ് പിന്നീട് ഉണ്ടാകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ആദ്യ സിനിമകൾക്ക് മാത്രമല്ല, എല്ലാ സിനിമകൾക്കും അതിന് ശേഷമുള്ള ഒരു സോഷ്യൽ പ്രിവിലേജ് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതായത് ഒരേ സിനിമകൾ, ഒരേ തരത്തിലുള്ള സിനിമകൾ, ഒരേ തരത്തിലുള്ള അംഗീകാരങ്ങൾ, ഒരേ തരത്തിലുള്ള മറ്റ് റെക്കഗ്നൈസേഷനുകൾ കിട്ടുന്ന രണ്ടാളുകളെ എടുത്തു വെച്ചാൽ ആ രണ്ടാളുകളുടെ സോഷ്യൽ പ്രിവിലേജ് വെച്ചിട്ട് അളക്കുകയും ഒരാൾ ഇഗ്നോർ ചെയ്യപ്പെടുകയും ഒരാളെ കൂടുതലായി ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി നിർഭാഗ്യവശാൽ മലയാളത്തിൽ സിനിമകളിലുണ്ട് എന്നുള്ളത് വ്യക്തിപരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു 20 വർഷമായിട്ട് വ്യക്തിപരമായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ എത്രത്തോളം നമ്മളുടെ കഴിവുകൾ വെളിപ്പെടുത്താൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നിരന്തരമായി നമ്മൾ അത് തെളിയിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ 1-2 തെളിയിക്കലുകൾ മാത്രം പോരാ, അത് എല്ലാ സിനിമകളും അങ്ങനെ തന്നെ തെളിയിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു ബോധപൂർവമായ ഒരു ബാധ്യത എൻ്റെയൊക്കെ തലയിലുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് അത്രയും ബാധ്യതയില്ല. അവർ ഒരു ശരാശരിക്ക് മുകളിൽ തെളിയിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് എക്സൽ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ശരാശരി ചെയ്താൽ പോലും അത് എക്സലായി തന്നെ കണക്കാക്കപ്പെടും. പക്ഷേ നമ്മൾ എക്സലായി ചെയ്താൽ പോലും ആ എക്സലിനെ ശരാശരിക്കും താഴെയായി കണക്കാക്കി മാറ്റുവാനുള്ള ഒരു രീതിയുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഉത്തരം കിട്ടാതെ പോയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞുള്ളൂ, എന്തിനാണ് സിനിമ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മളെടുത്ത്. നിങ്ങൾ എന്തിനാണ് ഒരു സിനിമ ചെയ്യുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ കൃത്യമാണ്. അപ്പോൾ ഞാൻ ആ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കേണ്ടതായ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതുമാത്രമല്ല, സിനിമയിൽ ഒരുപക്ഷെ അധികം പറയപ്പെടാത്ത ചില കാര്യങ്ങൾ, ചില ആളുകൾ, ചില ജീവിതങ്ങൾ, ചിലരുടെ അനുഭവങ്ങൾ, ചില സാമൂഹ്യപരമായ വിഷയങ്ങൾ, ഇതൊക്കെ അങ്ങനെ നിരന്തരമായി സിനിമയിൽ വരാത്തിടത്തോളം കാലം അത്തരം കാര്യങ്ങൾ കൂടി സിനിമയിൽ വരേണ്ടതുണ്ട് എന്നൊരു ചിന്ത കൂടി വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ സിനിമകളിലേക്ക് ഇറങ്ങുന്നത്. എൻ്റെ സിനിമകൾ ഉണ്ടാകുന്നത് പലപ്പോഴും, ഈ സിനിമകൾ എഴുത്തുപോലും എൻ്റെ ഉണ്ടാകുന്നത് പലപ്പോഴും ഞാൻ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, ആദിവാസി ഊരുകളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റേതായ തന്നെ കോളനികളിൽ പോകുമ്പോൾ, മനുഷ്യന്മാരെ കാണുമ്പോൾ, അടിസ്ഥാന വർഗ്ഗത്തിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ, അപ്പോഴൊക്കെയാണ് എൻ്റെ സിനിമകൾ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള സിനിമകളിലേക്കാണ് ഞാൻ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, മലയാള സിനിമയിൽ അങ്ങനെ നിരന്തരമായി പറയപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളുടെ അനുഭവങ്ങൾ കൂടി സിനിമ ആവേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലപ്പോഴും പലയിടത്തും ചെല്ലുമ്പോൾ ചോദിക്കാറുള്ള കാര്യമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഇപ്പോഴും അഭിമുഖീകരിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ ആൾക്കാരെ രസിപ്പിക്കുന്ന സിനിമ ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറയുന്ന മറുപടി, ആൾക്കാരെ രസിപ്പിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്. മലയാളത്തിൽ ഒരു വർഷം 200-300 സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏതാണ്ട് 95% ആളുകളെ രസിപ്പിക്കാനുള്ള സിനിമകളാണ്. അപ്പോൾ ഇത്രയേറെ ആളുകളെ രസിപ്പിക്കാനുള്ള സിനിമ, അക്കൂട്ടത്തിൽ വീണ്ടും രസിപ്പിക്കാനായിട്ട് ഞാനെന്തിനാണ് സിനിമ ചെയ്യുന്നത്? എൻ്റെ ഒരു ഉദ്ദേശമേ അതല്ല. ആളുകളെ രസിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് ആളുകൾ മറച്ചു വെച്ച, ആളുകൾ അധികമായി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അവർ പറയാൻ മടിച്ചിട്ടുള്ള വിഷയങ്ങൾ
പ്രതിപാദിക്കുക എന്നുള്ളതാണ്. അവരുടെ കാണാൻ മടിച്ചിട്ടുള്ള, നമ്മുടെ സിനിമകളിൽ കാണാൻ അല്ലെങ്കിൽ പറയാൻ മടിച്ചിട്ടുള്ള ജീവിതങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ജീവിതങ്ങൾക്ക് വലിയ നിറങ്ങളുണ്ടാവില്ല, ആ പറയുന്ന ജീവിതങ്ങൾക്ക് അത്ര രസവും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ രസമില്ലാത്ത കഥകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് മാത്രമാണ്. അത്തരം സിനിമകളെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുന്ന ജീവിതങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ജീവിതങ്ങളും നമ്മളുടെ സുഹൃത്ത് വലയത്തിൽ ഉള്ള ആളുകളുടെ ജീവിതങ്ങളും ഒക്കെ തന്നെയാണ് സിനിമകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സിനിമകൾ ആ സിനിമകൾക്ക് അങ്ങനെ ഒരു രസക്കൂട് പൊതുവേ ഉണ്ടാകാറുമില്ല. പിന്നെ അത് അങ്ങനെ വലിയ ചടുലവും ആവില്ല. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി ഉണ്ടല്ലോ, എല്ലാ സിനിമകളും വളരെ ഫാസ്റ്റാണ്. ഈ അടുത്തിടയ്ക്ക് ഈ നമ്മുടെ ഓസ്കാർ ലഭിച്ച സമയത്ത് അലജാൻഡ്രോ ഇനാരിറ്റു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞത്, ഇപ്പോൾ സിനിമകൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ കോളയുടെയും പെപ്സിയുടെയും ഒക്കെ പരസ്യം പോലെയാണ്, കൊക്കക്കോളയുടെ പരസ്യം പോലെയാണ്. അതായത് കൊക്കക്കോളയുടെ പരസ്യം നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു സെക്കൻഡ് പോലും ഒരു ദൃശ്യവും നിങ്ങളുടെ കണ്ണിൽ തങ്ങി നിൽക്കില്ല. അതിങ്ങനെ വളരെ വേഗതയിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദൃശ്യം പോലും നിങ്ങളുടെ മനസ്സിൽ ഒരു നിമിഷം പോലും പതിയാൻ ഇട കൊടുക്കാതെ ദൃശ്യങ്ങളുടെ ഒരു സങ്കലനം കൊണ്ട് ഇങ്ങനെ സ്പീഡായിട്ട് ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും നിങ്ങളെ ചിന്തിക്കാൻ അനുവദിക്കാതെ ദൃശ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൊക്കക്കോള പരസ്യം പോലെയാണ് ഇപ്പോൾ സിനിമകൾ. സിനിമകളുടെ ഒരു ഉദ്ദേശം തന്നെ നിങ്ങളെ ചിന്തിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ഷോട്ട് കണ്ടാൽ ആ ഷോട്ട് എന്താണ് എന്ന് മനസ്സിലായി നമ്മുടെ മനസ്സിൽ പതിയാനൊരു സമയം കൊടുക്കാതെ ഉടൻ തന്നെ അത് മാറ്റിക്കളയുകയാണ്. അതിനു മുമ്പ് അടുത്ത ദൃശ്യം വരികയാണ്. ഈ ദൃശ്യങ്ങളുടെ മാലപ്പടക്കത്തിനിടയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യം പോലും ഇല്ലാതെയാണ് ഒരു സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിനിമയെന്ന് പറയുന്നത് ഇതിൽ നഷ്ടമാവുന്നത്, സിനിമ ഒരു കവിത പോലെ ആസ്വദിക്കാവുന്ന ഒന്നുകൂടിയാണ്, ഒരു കഥ പോലെ വളരെ ശാന്തമായി വായിക്കാവുന്ന ഒന്നുപോലെയാണ്, സിനിമയിൽ സൈലൻസ് കൂടി ആവശ്യമായ ഒന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് നഷ്ടമാവുന്നത്. അതുകൊണ്ട് സിനിമ ഏകാന്തമായിരുന്ന് ധ്യാനിക്കുന്നത് പോലെ കാണാവുന്ന ഒരു കല കൂടിയാണ് എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് ഇത്തരം സിനിമകൾ കൊണ്ട് ഉണ്ടാകുന്ന അപകടമെന്ന് ഇനാരിറ്റു പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമുക്ക് തോന്നുന്നൊരു കാര്യം. ഈ സിനിമ നമുക്കൊരു ദൃശ്യം കണ്ട് രസിച്ച് ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അതിനകത്ത് മതിമറന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളിലൊന്നും അവശേഷിപ്പിക്കാതെ പോകുന്ന ഒരു രീതിയിലുള്ള സിനിമകളാണ് ഉണ്ടാകുന്നത്. ആ സിനിമയ്ക്കിടയിൽ ഒരു 2 മിനിറ്റ് ഒരു ദൃശ്യം നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 2 മിനിറ്റ് ഒരു സിനിമ സ്ലോ ആയി കഴിഞ്ഞാൽ അത് സ്ലോ സിനിമ എന്ന് പറഞ്ഞ് നമ്മളതിനെ വിട്ടുകളയുന്ന ഒരു രീതിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബലാത്താറൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സ് ഒരുപക്ഷെ കുറച്ചുകൂടി സ്ലോ ഫിലിം മേക്കേഴ്സാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം മേക്കർ എന്ന് പറയുന്നതിൽ ഒരാളാണ് ബലാത്താർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മളുടെ ഇവിടുത്തെ ചലച്ചിത്രമേളയിൽ എത്തിയിരുന്നതാണ്, കേരള ചലച്ചിത്രമേളയിൽ എത്തിയിരുന്നതാണ്. ഈ അടുത്തിടയ്ക്കാണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂറിൻ ഹോഴ്സ് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഒരുപക്ഷെ ആ സിനിമയൊക്കെ കാണാൻ നമുക്ക് അസാധ്യമായ എന്താ പറയുക ഒരു ഏകാന്തത തോന്നുന്ന സിനിമകളാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കാണുന്ന സിനിമയാണ്. വളരെ ശാന്തമായി, വളരെ ലളിതമായി, വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന സിനിമകളാണ്. അപ്പോൾ അത്തരം സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറയുന്നത് അത്തരം ജീവിതങ്ങളാണ്. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട മണൽക്കാറ്റിൽ ഒറ്റപ്പെട്ട ജീവിതങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിന് ഒരിക്കലും സ്പീഡുണ്ടാവില്ല. അത് ആ മണൽക്കാറ്റ് പോലെ വരണ്ട ജീവിതങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുന്ന പ്രമേയങ്ങൾ പലതും രസച്ചരടുള്ള പ്രമേയങ്ങളല്ല, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും വലിയ ആഹ്ലാദിക്കുന്ന മനുഷ്യന്മാരുടെ കഥകളല്ല. അവരൊക്കെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പുറംപോക്കിൽ നിൽക്കുന്ന മനുഷ്യന്മാരാണ്. അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ടാകാം, അവർക്ക് വേണ്ടുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിച്ചിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമകളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സിനിമകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനീ പറഞ്ഞ പോലെ വളരെ ഒരു ഗ്ലാമറിൻ്റെ പരിവേഷം ഉണ്ടാവില്ല. അപ്പോൾ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്തരം സിനിമകൾ ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ഇത്തരം സിനിമകൾ ചെയ്യാനും ആരെങ്കിലും വേണം എന്നുള്ള ഉത്തരത്തിലാണ് നമ്മൾ ആ സിനിമകൾ ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ ഇത്തരം സിനിമകൾ ചെയ്യാനുണ്ടാവണം. കാര്യം ഇവരും ഈ ആളുകളും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ അവരെപ്പറ്റി കൂടി സിനിമകൾ ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ട് തന്നെ എൻ്റെ സിനിമയിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുമ്പോൾ ആ സിനിമയിലെ വഴികളിൽ പ്രതിപാദിക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതമെന്ന് പറയുന്നത് എനിക്കറിയാവുന്ന, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഒരുപക്ഷെ ഞാൻ കൂടി നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ തന്നെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ
സിനിമകളിൽ വരുന്നത്. അപ്പോൾ അത്തരം സിനിമകൾക്ക് ഒരു 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 അസ്പൃശ്യത ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് ആ സിനിമ ചെയ്ത ആളിൻ്റെ അസ്പൃശ്യത മാത്രമല്ല, ആ സിനിമയുടെ വിഷയങ്ങളുടെ അസ്പൃശ്യത കൂടിയാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് പ്രശ്നം. അസ്പൃശ്യനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ തൊട്ടുകൂടാൻ പാടില്ല എന്ന് നമ്മളിപ്പോഴും വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇരുണ്ട നിഴലിലേക്ക് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരുടെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയും അത്തരം വിഷയങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ബോധപൂർവമായ തമസ്കരിക്കലുകളിലൂടെ പെടാൻ സാധ്യത കൂടി ഉണ്ട്. ഇതൊക്കെ നേരിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുന്നത്, ആ സിനിമകളിലൂടെ സഞ്ചരിച്ചു പോകുന്നതൊക്കെ. ഇതിനിടയ്ക്ക് ഒട്ടേറെ വലിയ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നിരന്തരം സിനിമകൾ എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഇത്തരത്തിൽ സിനിമയെ, ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഏകപക്ഷീയമായ ഒന്നൊന്നുമല്ല. നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ആർട്ട് ഹൗസ് സിനിമകൾ, അതല്ലെങ്കിൽ കമേഴ്ഷ്യൽ സിനിമകൾ, അതല്ലെങ്കിൽ ഇതിന് രണ്ടിനും കൂടി ഇടയിലുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകൾ ഇതെല്ലാം തന്നെ ഉണ്ടാവേണ്ട സിനിമകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഒരു രൂപത്തിലുള്ള സിനിമകൾ മാത്രമല്ല ഈ സ്ഥലത്തുണ്ടാവേണ്ടത്. എല്ലാ രൂപത്തിലുമുള്ള, എല്ലാ തരത്തിലുമുള്ള, എല്ലാ വിഷയങ്ങളിലുമുള്ള സിനിമകൾ ഉണ്ടാകണം. പക്ഷേ അത് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. ഒരു തരത്തിലുള്ള സിനിമകൾ മാത്രം ഉണ്ടാവുകയും ഒരു തരത്തിലുള്ള മനുഷ്യന്മാരുടെ കഥകൾ മാത്രം സിനിമകളിൽ വരികയും അല്ല ചെയ്യേണ്ടത്. എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരുടെയും എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും എല്ലാ സിനിമകളിലും ഉണ്ടാവണം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളുടെ മുഖ്യധാരാ സിനിമകളിലൊക്കെ കണ്ടുവരുന്നൊരു രീതി അങ്ങനെയല്ല. ഒരു ഏകതാനകമായ രീതിയാണ്. പക്ഷേ അതൊക്കെ തന്നെ മാറി വന്നാലും ഈ പറയുന്ന എല്ലാ രൂപത്തിലുമുള്ള സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രധാനമായി ഉണ്ടാകേണ്ടത് ഏത് തരം സിനിമകൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൽ നിങ്ങൾ എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനം. നിങ്ങളതിനോട് എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന വിഷയത്തോടെ എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അപകടകരമായ ഒരു വശമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അത് പലപ്പോഴും റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട സിനിമകൾ ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന വിഷയങ്ങളിൽ അതിന് ഒരു വലിയ സത്യസന്ധത ഉണ്ടാവുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ വിചാരിക്കുന്ന, ഇപ്പോൾ ഉദാഹരണമായി വലിയ ചിറകുള്ള പക്ഷികൾ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ അത് കാസർഗോട്ടെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട സിനിമയാണ്. ആ സിനിമയിൽ അഭിനേതാക്കൾ ഒരു 3-4 പേർ ഒഴിച്ചാൽ ബാക്കിയൊക്കെ അവിടുത്തെ ആളുകൾ തന്നെയാണ് അതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ആളുകളെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, ഈ കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ഈ എൻഡോസൾഫാൻ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തെ ഇരകളാണ് അതിൽ പലപ്പോഴും അതിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അവരെ പിക്ചറൈസ് ചെയ്യുമ്പോൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധാർമ്മികമായൊരു ബാധ്യതയാണ്. ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആ വിഷയത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക, അതിലെ ഇരകളോട് നീതി പുലർത്തുക, അവരെ നമ്മൾ മാക്സിമം അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അതിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലാതെ നമ്മളൊരു വിഷയം എടുത്തിട്ട് അതിനെ സെൻസേഷണലൈസ് ചെയ്ത് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ വിഷയത്തോടും നമ്മൾ ചെയ്യുന്ന അപരാധമാണ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കക്ഷികളോടും ചെയ്യുന്ന ഒരു അപകടമാണ്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ആ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് പലതും ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 5-10 വയസ്സായ കുട്ടികൾ, തല വലുതായ കുട്ടികൾ, തല പോലും അവർക്ക് അനക്കാൻ പറ്റില്ല. അവർ 10-15 വർഷമായിട്ട് ഒരേ കിടപ്പിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് അതിനകത്ത് പലപ്പോഴും അഭിനയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളവരെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചിത്രീകരിക്കുമ്പോൾ അവരിൽ പലരും ഇപ്പോൾ മരിച്ചുപോയി. അവരൊക്കെ ഒരുപക്ഷെ അവരുടെ മുഖം ഇപ്പോൾ ആ സിനിമയിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവരൊരു 10-15 വർഷമായി ഒരു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത, സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ചാൽ പെട്ടെന്ന് കരയുന്ന കുഞ്ഞുങ്ങളാണ്. തല പോലും അനക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ചിത്രീകരിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളത് വിചാരിച്ചത് ആദ്യമേ തന്നെ നമ്മൾ നിലപാടെടുക്കുന്നത് ഒരു ലൈറ്റുകളും ഉപയോഗിക്കാതെ, ക്യാമറ പോലും അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാതെ, ക്യാമറ പോലും ഒരു ഷോൾഡറിൽ വെച്ചിട്ട് നമ്മൾ ആ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ലൈറ്റുകളും ഉപയോഗിക്കാതെ കഥാപാത്രങ്ങളെ, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന കഥാപാത്രത്തെ ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് വിടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ, അവരോട് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാൻ, ഈ കുഞ്ഞിനെ കണ്ടിട്ട് ചാക്കോച്ചൻ എന്താണ് സംസാരിക്കാൻ പറ്റുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾ ചോദിച്ചോളൂ, സ്ക്രിപ്റ്റഡ് അല്ല, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ, ആ കുഞ്ഞ് മറുപടി പറയുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രതികരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളത് ചെയ്യുന്നത് ഈ കുഞ്ഞിനെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സോണിൽ നിന്ന് മാത്രമാണ് ആ സിനിമ ചിത്രീകരിക്കുന്നത്. ഈ കുഞ്ഞിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതിൽ പലരും ആ സിനിമയുടെ സമയത്ത് പെർമിഷൻ തന്നിരുന്നില്ല. ആദ്യം ആ കുഞ്ഞിനെ
ഇതേപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിൽ ഒരു പിതാവ് പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാനൊരു പത്രക്കാർക്കും കൊടുത്തിട്ടില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ പോലും എൻഡോസൾഫാൻ ഈര എന്നുള്ള പേരിൽ അച്ചടിച്ച് വരേണ്ടതില്ല, അങ്ങനെ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഞങ്ങളത് മാനിച്ച് തിരിച്ചു പോന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വന്നോളൂ, വന്നിട്ട് ഇത് ചെയ്യൂ. എന്താണെന്ന് വെച്ചാൽ ഇവൻ ഏത് നിമിഷവും മരിച്ചു പോകും. മരിച്ചു പോയി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇവൻ്റെ ചലിക്കുന്ന ഒരു കൈ മാത്രമാണ് ഈ കുഞ്ഞ് ചലിപ്പിക്കുന്നത്, കൈ മാത്രം ഇങ്ങനെ മുകളിലേക്ക് പൊക്കും, വേറൊരു ശരീരത്തിൻ്റെ അവയവങ്ങളും ചലിപ്പിക്കില്ല, തല വലുതാണ്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞത്, എനിക്ക് പിന്നീട് ഇവൻ മരിച്ചു കഴിയുമ്പോൾ ഇവൻ ചലിച്ചിരുന്ന ഒരു കുഞ്ഞാണ് എന്നെപ്പോഴെങ്കിലും ഓർക്കാൻ അവൻ്റെ ചലിക്കുന്ന ഒരു ചിത്രം ഉണ്ടാവുമല്ലോ, നിങ്ങളത് വന്ന് ഷൂട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇത്തരം സിനിമകൾ ചിത്രീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമ ഇങ്ങനെ ഷോൾഡറിൽ ക്യാമറ മതി, നിങ്ങൾ പറയുന്നത് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് പറയുമ്പോൾ അത് സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരാണ്. സിനിമയുടെ ടെക്നിക്കലായിട്ട് നമ്മളൊരു ഒരു സ്റ്റഡി ഷോട്ട് വെക്കണം, അതല്ലെങ്കിൽ ആ ഷോട്ടിന് ഷോൾഡർ വെക്കാതെ നമ്മളൊരു ഒരു ജിംബലോ അല്ലെങ്കിൽ സ്റ്റഡി കാമോ യൂസ് ചെയ്തിട്ട് വെക്കണം എന്നാണ് നമ്മളൊരു സിനിമയുടെ ടെക്നിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ആ ടെക്നിക്കലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊരു ആ ടെക്നിക്കലിനെ ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു ഡോക്യുമെൻ്ററിയുടെ സ്വഭാവം വരും. അപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നത് ആ സിനിമയല്ല, ഇതൊരു ഡോക്യു ഫിക്ഷനാണ്. ആയിക്കോട്ടെ, ഡോക്യു ഫിക്ഷൻ ആയാലെന്താണ് തകരാറ്? ഈ സിനിമയുടെ ഗ്രാമറിനെ ബ്രേക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും സിനിമയുടെ ഗ്രാമറിനെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ സിനിമ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. സിനിമ അക്കാഡമിക്കലായിട്ട് പഠിച്ചാൽ എനിക്കൊരു പക്ഷേ അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അക്കാഡമിക്കലായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ സിനിമയുടെ ഗ്രാമറിനെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഒരു സാധാരണ മനുഷ്യനെന്നുള്ള രീതിയിൽ, ഇവരോട് അനുതാപപ്പെടുന്ന ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ, ഇവരോട് എമ്പതൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനെന്ന രീതിയിൽ, അതിനും അപ്പുറത്ത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇവരോട് അനുതാപമുള്ളൊരു മനുഷ്യനെന്ന രീതിയിൽ ഇവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായ ഒരു ടെക്നിക്കൽ കാര്യങ്ങളെ എനിക്ക് വേണ്ടൂ. അത് ആ സിനിമയിൽ വരുമ്പോൾ അത് സിനിമയുടെ ഗ്രാമറിനെതിരാണെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിൽ തന്നെ ഒരു സീനുണ്ട്. ഒരു അമ്മ അവരുടെ 2 കുട്ടികളും 13ഉം 14ഉം വയസ്സായ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെയാണ്, നടക്കാൻ വയ്യ. അപ്പോൾ ആ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മരണശേഷം ഈ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റും എന്നൊരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ, അത് നമ്മൾ ആ സിനിമയിൽ സ്ക്രിപ്റ്റിലില്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ ഒന്ന് ചോദിക്കണം എന്ന്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കുറേ നേരം നിശബ്ദമായിട്ടാണ് നിൽക്കുകയാണ്. നിശബ്ദമായിട്ട് നിന്നിട്ട് ആ അമ്മ മറുപടി പറഞ്ഞത്, ക്യാമറ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ മറുപടി പറഞ്ഞത്, എന്ത് ചെയ്യാനാണ്, സർക്കാർ ഏറ്റെടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ സർക്കാരിന് കൊടുക്കും, ഇനി അതല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് ഇവരോട് നമുക്ക് അഭിനയിക്കുമ്പോൾ ഇവരഭിനയിക്കുകയല്ല, പെരുമാറുകയാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ ക്യാമറയെ നോക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നടികന്മാർക്ക് പറയാം, നിങ്ങൾ ക്യാമറയെ നോക്കി അഭിനയിക്കരുത്, നിങ്ങളുടെ ലുക്ക് ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയ്ക്ക് ഇപ്പുറത്ത് നമ്മൾ ലുക്ക് കൊടുക്കാറുണ്ട്. ഇവർക്കങ്ങനെ ലുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ. അപ്പോൾ ഇവർ ഇത് കഴിഞ്ഞിട്ട് ഈ മറുപടി പറഞ്ഞിട്ട് ഈ ക്യാമറയെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അന്ന് മരിച്ച എം ജെ രാധാകൃഷ്ണനാണ് ക്യാമറമാന്. അപ്പോൾ എം ജെ ചേട്ടനെ നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാനിങ്ങനെ എം ജെ ചേട്ടനെ തോളെ തട്ടി, കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു, കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ കുറേ നേരം കൂടി ഇതിൽ നോക്കി നിന്നിട്ട് മുഖം തിരിക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. എഡിറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് എൻ്റെ എഡിറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ അത് ക്യാമറ ലുക്കാണ്, നമുക്കത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ക്യാമറ ലുക്ക് അങ്ങനെ തന്നെ വെച്ചാൽ മതി, ആ ക്യാമറ ലുക്കാണ് വേണ്ടുന്നത്. കാര്യം ആ അമ്മ നോക്കുന്നത് ക്യാമറയാണ്. ആ ക്യാമറ എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മൾ സമൂഹമാണ്. ആ സമൂഹത്തെ നോക്കി പറയുന്നത് ക്യാമറയെ നോക്കി തന്നെയാണ് പറയുന്നത്. അതൊരു ടെക്നിക്കലായിട്ടുള്ള എററാണെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറയും. അപ്പോൾ സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ എടുക്കുന്നത് എനിക്കിപ്പോഴും തോന്നുന്നു ടെക്നിക്കലായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതിലേക്കാണ് തിരിച്ചു വരുന്നത്. ഈ 2 കുഴപ്പമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലരും നേരിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞത്, ഒന്ന് ടെക്നിക്കലായിട്ട് പഠിക്കാതെ ആണ് സിനിമ ചെയ്യുന്നത്. ആയിക്കോട്ടെ, ടെക്നിക്കലായിട്ട് പഠിച്ച് മാത്രമാണ് സിനിമ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ സിനിമയുടെ ഗ്രാമറുകളെ പലപ്പോഴും തെറ്റിക്കാറുണ്ട്. സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്രാമർ കൂടി തെറ്റിക്കാനുള്ളതാണെന്നാണ്
എൻ്റെ ഒരു വ്യക്തിപരമായ വിശ്വാസം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ തെറ്റിക്കാൻ തന്നെ പലപ്പോഴും ശ്രമിക്കുന്നത്. കാര്യം ഞാൻ പറയുന്ന വിഷയങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ പറയുന്ന വിഷയങ്ങളല്ല, അല്ലെങ്കിൽ സിനിമയിലെ ബഹുഭൂരിപക്ഷം പറയുന്ന വിഷയങ്ങളല്ല. അവരുടെ കണ്ണിൽ കാണുന്ന ആളുകളുടെ ജീവിതമല്ല ഞാൻ സിനിമയ്ക്ക് വിഷയമാക്കുന്നത്. നിങ്ങൾ കാണാത്ത ജീവിതങ്ങളുണ്ട്. പേരറിയാത്തവർ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ട് കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, ആ സിനിമയിൽ നിങ്ങൾ വളരെ ഗുരുതരമായൊരു കള്ളം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ സിനിമയിൽ ഒട്ടേറെ ഷോട്ടുകളുണ്ട്. ഈ തെരുവിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ കാണിക്കുന്ന ഒട്ടേറെ സീനുകളുണ്ട് അതിൽ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ തെരുവിൽ, ഇത് 2015-16 ശേഷം ആ സമയത്തൊക്കെയാണ്, ഈ തെരുവിൽ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ, ഇത്രയും മനുഷ്യന്മാരൊന്നും കേരളത്തിൻ്റെ തെരുവുകളിൽ കിടന്ന് ഉറങ്ങുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറഞ്ഞത്, ഞാൻ അതിനകത്ത് ഒരു ഉറങ്ങുന്ന മനുഷ്യന്മാരുടെ ഒരു ഷോട്ട് പോലും ആളുകളെ കൊണ്ടുവന്ന് കിടത്തി, ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് തെരുവിൽ കിടത്തി പുതപ്പിച്ച് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. അത് മുഴുവൻ ഞാനും എം ജെ ചേട്ടനും കൂടി ഞങ്ങൾ രണ്ടും മാത്രം രാത്രികളിൽ ഒരു കാറിൽ സഞ്ചരിച്ച് പോയി ഷൂട്ട് ചെയ്ത വിഷ്വൽസാണ്. എവിടേക്കാണ് ഈ മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കാസർഗോഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് അടൂർ എൻ്റെ വീട് വരെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ആ ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുന്നത് എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലെങ്കിൽ എല്ലാ ആഴ്ചയും വീട്ടിൽ വരണമെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാൻ സഞ്ചരിക്കുന്നത് കാസർഗോഡ് നിന്നൊരു ബസ്സിൽ കയറി ഞാൻ കണ്ണൂർ ഇറങ്ങും, കണ്ണൂരിൽ നിന്ന് അടുത്ത ബസ്സിൽ കയറി കോഴിക്കോട് ഇറങ്ങും, കോഴിക്കോട് നിന്ന് അടുത്ത ബസ്സിൽ കയറി തൃശ്ശൂർ ഇറങ്ങും, തൃശ്ശൂരിൽ നിന്ന് അടുത്ത ബസ്സിൽ കയറി കോട്ടയത്ത് ഇറങ്ങും, കോട്ടയത്ത് നിന്ന് ചിലപ്പോൾ അടുത്ത ബസ്സിൽ കയറി ചെങ്ങന്നൂർ ഇറങ്ങും, ചെങ്ങന്നൂരിൽ നിന്ന് അടുത്ത ബസ്സിൽ കയറി അടൂർ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഒരു രാത്രി മുഴുവൻ സഞ്ചരിച്ചിട്ടൊക്കെ ഞാൻ വരാറുണ്ട്. പലപ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ആ യാത്രകളിൽ ഞാൻ കാണുന്ന മനുഷ്യരാണ്. ഞാൻ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പലപ്പോഴും ആ സമയത്തൊക്കെയും. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്ന, എനിക്കറിയാം എവിടെയാണ്, എറണാകുളത്ത് എവിടെയൊക്കെയാണ് ആളുകൾ തെരുവിൽ കിടന്നുറങ്ങുന്നത്. ചെങ്ങന്നൂർ ബസ് ഇറങ്ങിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട്, ചെങ്ങന്നൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള വഴി, ഊടുവഴിയുണ്ട്, ആ ഊടുവഴി നടന്നു പോയാൽ ഇപ്പോഴും അവിടെ മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കാൻ പോകുമ്പോഴും അവിടെ മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നുണ്ട്. ശബരിമല സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ കാണാം അവിടെ കിടന്നുറങ്ങുന്നത്, അയ്യപ്പന്മാരല്ല, അല്ലാതെയുള്ള വഴി കച്ചവടക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ ഈ അന്യദേശ തൊഴിലാളികളാണെന്നും വിചാരിക്കേണ്ട, മലയാളികൾ തന്നെ ഒട്ടേറെ ആളുകൾ കിടക്കും. പക്ഷേ നമ്മളത് സിനിമയിൽ കാണിക്കുമ്പോൾ ഇത് കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. സിനിമയിൽ നമ്മളൊരു വീട് ഇടിച്ചു പൊളിക്കുന്ന കാണിക്കുമ്പോൾ, പേരറിയാത്തവരിൽ ഒട്ടേറെ ചേരികൾ ഇടിച്ചു പൊളിക്കുന്ന സീനുണ്ട്. അത് കാണിക്കുമ്പോൾ പറയുന്നത് ഇതൊന്നും ഇങ്ങനെയൊന്നും ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇല്ല എന്നുള്ളത് പറയുന്നത് എവിടെയാണ്? ഈ കേരളത്തിലെ ഒട്ടേറെ കുടിയൊഴിപ്പിക്കലുകൾ നടന്ന സ്ഥലത്താണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ഒരു നമ്മളെ ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ പറയാനുള്ളതല്ല എന്നൊരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് തമസ്കരിക്കപ്പെടാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, ഈ എൻ്റെ സിനിമകളെപ്പറ്റി ഇപ്പോൾ 15 സിനിമകളായി ഞാൻ എൻ്റെ സിനിമകളെപ്പറ്റി എഴുതിയിട്ടുള്ള ആളുകളുടെ, ഈ സിനിമയിലെ മലയാളത്തിൽ സിനിമയിൽ ആ സിനിമയെപ്പറ്റി അത് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, സിനിമയുടെ നിരൂപണം എന്നുള്ള രീതിയിൽ മലയാളികൾ എഴുതിയിട്ടുള്ളത് വളരെ കുറവാണ്. ഞാനെപ്പോഴും ആലോചിക്കുക എന്തുകൊണ്ടാണ്. മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ നിരൂപണങ്ങൾ. ഏത് സിനിമകൾ ഇറങ്ങിയാലും ആ സിനിമകളെ പറ്റിയൊക്കെ നിരൂപണങ്ങൾ വരുന്ന ഒരിടമാണ്. പക്ഷേ എൻ്റെ സിനിമകളെപ്പറ്റി ഏറ്റവും കുറവാണ്. ആകെ എഴുതിയിട്ടുള്ളതൊരു 4-5 പേരാണ്. ഇപ്പോൾ CS വെങ്കടേശ്വരനോ അതല്ലെങ്കിൽ A ചന്ദ്രശേഖരോ പ്രേംചന്ദ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരാണ്. ഏതാണ്ട് 99% ഇടതുപക്ഷ ചലച്ചിത്ര നിരൂപകരും എൻ്റെ സിനിമകളെ തൊട്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? 99% എന്ന് പറയുന്നതിനകത്ത് എനിക്ക് മടിയൊന്നുമില്ല. 99% ഇടതുപക്ഷ ബുദ്ധിജീവികളും എൻ്റെ സിനിമകളെ, എൻ്റെ സിനിമകൾ എന്നുള്ളതല്ല, സിനിമകളെപ്പറ്റി, മലയാള സിനിമയെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ സിനിമയുടെ കഴിഞ്ഞ ഈ 10-90 വർഷത്തെ ധാരകളെപ്പറ്റി അവരെഴുതുമ്പോൾ എൻ്റെ പേരോ എൻ്റെ സിനിമകളെപ്പറ്റി ഒരു പരാമർശം ഒരിടത്ത് പോലും അവരെഴുതാറില്ല. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം, അതിൻ്റെ റീസൺ എന്തായിരിക്കാം. ഞാൻ ചെയ്യുന്ന സിനിമകൾ ഇടതുപക്ഷ വിരുദ്ധ സിനിമയൊന്നുമല്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ കൃത്യമായ രാഷ്ട്രീയം പറയാറുണ്ട്. അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ പറയാറുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ഒരു കക്ഷി രാഷ്ട്രീയമല്ല, CPMൻ്റെ രാഷ്ട്രീയമോ CPIയുടെ രാഷ്ട്രീയമല്ല. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയമുണ്ട്, മാനവികതയുടെ രാഷ്ട്രീയമുണ്ട്. അത് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും ഇവിടെ നമ്മൾ അതിദാരിദ്ര്യ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്കറിയാം അതിദാരിദ്ര്യമുള്ള മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. ഒരു പ്രഖ്യാപനം കൊണ്ട് മാഞ്ഞു പോകുന്നതല്ല കേരളത്തിലുള്ളൊരു കാര്യങ്ങളും. ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അതെല്ലാം ആയി എന്ന് വിചാരിക്കുന്നിടത്തല്ല
100% ലിറ്ററസി ഉണ്ട് എന്ന് പറഞ്ഞാലും 100% ലിറ്ററസി ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മളത്. അപ്പോൾ ഇത് നമ്മൾ സിനിമയിൽ കാണിക്കുമ്പോൾ ഇത് ഈ സിനിമയിൽ സത്യങ്ങൾ പറയുമ്പോൾ അതിനെ പരാമർശിക്കാതെ വിട്ടുകൊണ്ട് കാര്യമില്ല, അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുകൂടി അഡ്രസ്സ് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സിനിമയിലൂടെയുള്ള വഴികൾ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിൽ നിന്ന് എന്താണ് ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എന്ത് തന്നെയായാലും കഴിഞ്ഞ 20 വർഷത്തെ ഈ എത്ര ചരിത്രമെടുത്ത് മായ്ച്ച് കളയാൻ നോക്കിയാലും അതിൽ നിന്നും മാഞ്ഞു പോകുന്നൊരു ചരിത്രമല്ല എൻ്റെ എന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. കാരണം മലയാളത്തിൽ കഴിഞ്ഞ 20 വർഷമായുള്ള സിനിമകളുടെ ചരിത്രമെടുത്തിയാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകൾ, ഫിയാഫിൻ്റെ അംഗീകാരമുള്ള എ കാറ്റഗറി മേളകളെന്ന് പറയുന്നത് 16 മാത്രമാണുള്ളത്. ആ 16 8 എൻ്റെ സിനിമകൾ കാണിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്രമുള്ള ഏതെങ്കിലും ഒരു മലയാളി ഡയറക്ടർ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആടൂർ സാറും പിന്നെ ഷാജി സാറും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ തലമുറയിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, ഞാനുണ്ടായിരുന്നു എന്ന് പറയാം. എനിക്കുണ്ടായിരുന്നു, ഞാനതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പറയാം. പക്ഷേ ഇതേ ലെഗസി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ആഘോഷിക്കപ്പെടുക ഇങ്ങനെ അല്ലായിരുന്നു എന്നും എനിക്കറിയാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. നേട്ടങ്ങൾ എന്ന് പറയുന്നത് അത് നേടുന്നു എന്നുള്ളത് കൂടി പ്രധാനമാണ്. എന്ത് നേട്ടങ്ങളാണെന്നുള്ളത്, നേട്ടങ്ങൾ എത്ര ഉന്നതമായാലും അതാരാണ് നേടുന്നത് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നേടുന്ന ആളുകളുടെ സോഷ്യൽ ക്ലാസ്സും അത് നേടുന്ന ആളുകളുടെ അപ്പിയറൻസും അത് നേടുന്ന ആളുകളുടെ പ്രിവിലേജുമൊക്കെ അനുസരിച്ചിട്ടാണ് ആ ആക്സെപ്റ്റൻസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ആ ഏറ്റക്കുറച്ചിലുകളെന്ന് പറയുന്നത് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊന്നുമല്ല, അതൊരു വലിയ ഏറ്റക്കുറച്ചിലുകളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമകളും നമുക്ക് അന്തർദേശീയ തലത്തിലേക്കുള്ള ചലച്ചിത്രമേളകളിൽ പോകുമ്പോഴും ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാൻ ഏകദേശം ഒരു 3 ദേശീയ അവാർഡും കിട്ടിക്കഴിഞ്ഞിട്ട് കുറേയേറെ ചലച്ചിത്രമേളകളിലും പങ്കെടുത്ത് അത്യാവശ്യം മലയാളത്തിൽ പ്രവർത്തിക്കുന്ന സിനിമാ പ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന ഒരു ഘട്ടത്തിൽ തന്നെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ രസകരമായ ഒരു സംഗതി, പേര് ഇല്ലാത്തതുകൊണ്ട് പേരൊന്നും അങ്ങനെ പറയുന്നില്ല, അത് ശരിയല്ല. പക്ഷേ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ, വളരെ മാസ്റ്ററായിട്ടുള്ള സംവിധായകനും ഞാനും ഒരുമിച്ച് ഇന്ത്യക്ക് പുറത്തൊരു ചലച്ചിത്രമേളയിൽ ഒന്നിച്ച് 8 ദിവസം പങ്കെടുത്തു. എൻ്റെ സിനിമ അവിടെ മത്സര വിഭാഗത്തിലും അദ്ദേഹം അവിടെ ജൂറി ചെയർമാനുമാണ്. പക്ഷേ ആദ്യത്തെ ദിവസം ഹോട്ടലിൽ ഒന്നിച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം എതിരെ വരുന്നുണ്ട്. ഞാൻ എണീറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നു. അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയിട്ട് ഒരക്ഷരം മിണ്ടാതെ തിരിച്ചൊരു അഭിവാദ്യം പോലും ചെയ്യാതെ, നോട്ടം കൊണ്ടുപോലും ഒന്ന് അക്നോളജ് ചെയ്യാതെ അദ്ദേഹം മാറിപ്പോവുകയാണ്. 2ാമത്തെ ദിവസം രാവിലെയും ഞാൻ എണീറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് സാർ പറയുന്നു. ഇതേ സമയത്ത് ഒരേ ഹോട്ടലിലാണല്ലോ താമസിക്കുന്നത്. ഗുഡ് മോർണിംഗ് സാർ പറയുന്നത് സെയിം ഇതേ അവസ്ഥ. 3ാമത്തെ ദിവസം ഞാൻ ആലോചിക്കുന്നു, ഞാൻ എന്തിനാണ് ഈ ഗുഡ് മോർണിംഗ് പറയുന്നത്? ഒരാൾക്ക് ഒരു പരിചയമില്ലാത്ത മനുഷ്യനോട് പോലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഒന്ന് അക്നോളജ് ചെയ്യുക. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ബഹുമാനമുള്ള നമ്മുടെ മുൻ തലമുറയിൽപ്പെടുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എണീറ്റ് നിന്നാണ് നമ്മളത് ഗുഡ് മോർണിംഗ് പറയുന്നത്. ആ 8 ദിവസം ഒന്നിച്ചൊരു കാറിൽ സഞ്ചരിക്കുകയും ഒന്നിച്ചൊരു ഹോട്ടലിൽ താമസിക്കുകയും ഒന്നിച്ചൊരു ആകെയുള്ള ഇന്ത്യക്കാർ ഞങ്ങൾ 2 പേര് മാത്രമാണ്. ഇന്ത്യക്ക് പുറത്താണ്, യൂറോപ്പിലാണ്. ഇന്ത്യക്കാർ ഞങ്ങൾ 2 പേര് മാത്രമാണ്. അപ്പോൾ അവിടെ ആ 8 ദിവസവും ഒന്നിച്ച് സഞ്ചരിക്കുകയും ഒന്നിച്ച് ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും തിരിച്ചൊരു അക്നോളജ് ചെയ്യാത്തതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും പല വേദികളിലും പിന്നീടും ഉണ്ടായിട്ടുണ്ട്. പല വേദികളിലും ഇരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളെയും പേരെടുത്ത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വേദിയിലിരിക്കുന്ന എന്നെ മാത്രം പേരെടുത്ത് അഡ്രസ്സ് ചെയ്യാതെ ബാക്കിയുള്ള എല്ലാവരെയും പേരെടുത്ത് അഡ്രസ്സ് ചെയ്യുകയും ഞാൻ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇതൊക്കെ പല സിനിമ ആളുകളിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഈ അസ്പൃശ്യത എന്ന് ഞാൻ ആദ്യം പറഞ്ഞ വാക്കതാണ്. ഈ അസ്പൃശ്യത എന്ന് പറയുന്നത് പഴയ തൊട്ടുകൂടായ്മ മാത്രമൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ അസ്പൃശ്യത പറയുന്നത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ എങ്ങനെ ഇഗ്നോർ ചെയ്യുക? നിങ്ങൾ ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്ന ഒരാളല്ല, നിങ്ങളെ ഞങ്ങൾ അത്തരത്തിൽ കണക്കാക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിനെ മറികടന്ന് ഇതിനെ ഫൈറ്റ് ചെയ്ത് 20 വർഷം കൊണ്ടുപോകുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര ചെറിയ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഊർജം
നമ്മളൊരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന ഊർജ്ജത്തേക്കാൾ വലുതാണ് ഇതിനോട് പോരാടി നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യം. അതിനൊരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് 20 വർഷം കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നു മൂന്ന് ദേശീയ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയ ഇപ്പോൾ സുരാജിന് കിട്ടിയ പുരസ്കാരവും പിന്നെ മറ്റ് ടെക്നിക്കൽ പുരസ്കാരവും എല്ലാം കൂടെ ചേർത്താൽ 5 എണ്ണമാണുള്ളത്. അന്തർദേശീയമായ ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ എത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 2 പുരസ്കാരമാണ്. ഒന്ന് 2011 മികച്ച സിനിമ ലേഖനത്തിനുള്ള പുരസ്കാരം. മാതൃഭൂമിയിൽ ഞാൻ എഴുതിയ ഒരു ലേഖനത്തിന് മികച്ച സിനിമ ലേഖനത്തിനുള്ള പുരസ്കാരം കിട്ടി. 2012 ആകാശത്തിൻ്റെ നിറം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേക ജൂറി പരാമർശം കിട്ടി. 2012 കഴിഞ്ഞ് 2026 എത്തുമ്പോൾ ഏതാണ്ട് 14 വർഷങ്ങൾ പിന്നിടുന്നു. ഞാൻ അതിനുശേഷം ഇത്രയധികം സിനിമകൾ ചെയ്തിരിക്കുന്നു. ഒറ്റ പുരസ്കാരങ്ങൾ പോലും സ്റ്റേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതായത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പുരസ്കാരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു പ്രത്യേക പരാമർശമാണല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഈ വെയിൽമരങ്ങൾ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അത് ഷാങ്ഹായിൽ പുരസ്കാരം കിട്ടുന്ന സിനിമയാണ്. ഷാങ്ഹായിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് പുരസ്കാരം കിട്ടുന്ന സിനിമയാണ്. ആ സമയത്ത് സ്റ്റേറ്റ് അവാർഡിന് ആ സിനിമ അയക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡിന് അയക്കുമ്പോൾ ആ സമയത്താണ് സ്റ്റേറ്റ് അവാർഡിന് കൊടുത്തു കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡിൻ്റെ ഇതൊക്കെ നടക്കുന്ന സമയത്താണ് അതിൻ്റെ ഛായാഗ്രാഹകൻ MJ രാധാകൃഷ്ണൻ മരിക്കുന്നത്. ആ സിനിമ ഒരു 4 കാലഘട്ടം ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ പോയിട്ട് 4 ക്ലൈമറ്റ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. വളരെ ഗംഭീരമായി ഛായാഗ്രഹണം ചെയ്ത സിനിമയാണ്. ഞാൻ ആലോചിക്കുന്നത് അതിൽ നമ്മൾ ഉറപ്പായിട്ടും വിചാരിച്ചിരുന്നത് MJ ചേട്ടൻ മരിച്ചതിന് ശേഷം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു പുരസ്കാരം കിട്ടേണ്ടതാണ് സ്വാഭാവികമായും എന്ന് വിചാരിക്കുന്നു നമ്മൾ. അല്ലെങ്കിൽ ഇന്ദ്രൻസിന് അതിനകത്തൊരു പുരസ്കാരം കിട്ടേണ്ടതാണ് എന്ന് വിചാരിക്കുന്നു. ഇതൊന്നുമില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സിനിമയുടെ എന്താ പറയുക ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അവസാനം എന്തായാലും ഒരു 10-30 മലയാള സിനിമ അവസാന ഘട്ടത്തിൽ പരിഗണിക്കുമല്ലോ, അതിലേക്ക് എത്തേണ്ടതാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞത് ആദ്യഘട്ടത്തിൽ തന്നെ ആ സിനിമ പുറന്തള്ളുകയാണ്. അതായത് അവസാനം എത്തേണ്ട 30 സിനിമകളിൽ ഉൾപ്പെടാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ ആ സിനിമ പുറന്തള്ളുകയാണ്. ആദ്യഘട്ടത്തിൽ ജൂറിയിലുണ്ടായിരുന്ന വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ, ഇടതുപക്ഷത്തിന് വേണ്ടി വലിയ ഘോരഘോരമൊക്കെ വാദിക്കുന്ന ഒരു സാഹിത്യകാരൻ ഉൾപ്പെട്ട കമ്മിറ്റി പറഞ്ഞത്, ഇത്തരത്തിൽ ദളിത് ആളുകളോടുള്ള വിവേചനം കേരളത്തിൽ നിലനിൽക്കുന്നില്ല. കേരളത്തിൽ നിന്ന് ആരും അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഹിമാചലിലൊക്കെ പോയി കേരളത്തിൽ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാൾ ജോലി തേടി ഹിമാചൽ പ്രദേശിലൊന്നും പോയി അങ്ങനെ ജോലി ചെയ്യുന്നൊരവസ്ഥയൊന്നും കേരളത്തിലില്ല. കേരളം അത്രമാത്രം പുരോഗമിച്ച ഒരു സ്റ്റേറ്റാണ്. 2020 കേട്ടോ. അത്രമാത്രം പുരോഗമിച്ച ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ബിംബങ്ങൾ ഉണ്ടാകുന്ന സിനിമകൾ ശരിയല്ല എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും അവസാനത്തിലെത്തേണ്ട 30 സിനിമകൾ പോലും പെടുത്താതെ അവസാന ജൂറിയുടെ മുന്നിലെത്താതെ ആ സിനിമയെ പുറന്തള്ളുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ അത് നഷ്ടപ്പെടുത്തിയത് ഇനിയൊരു സിനിമ ചെയ്യാൻ അവസരമില്ലാതെ പോയ MJ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മഹാനായ സിനിമാറ്റോഗ്രാഫറുടെ അവസരമാണ്. അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൂടെ കിട്ടാൻ വേണ്ടിയിരുന്ന ഒരു വർക്കിനെയാണ് തള്ളിക്കളയുന്നത്. ഇന്ദ്രൻസിനെ പോലുള്ള ഒരു നടന് വല്ലപ്പോഴുമൊക്കെ ലഭിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അത് തള്ളിക്കളഞ്ഞത്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രദേശത്തിൻ്റെ 4 അവസ്ഥകൾ 4 ക്ലൈമറ്റ് ചിത്രീകരിച്ച സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. അപ്പോൾ ഇതൊക്കെ പക്ഷേ നമ്മളുടെ ഒരു പ്രഖ്യാപിതമായ എന്താ പറയുക ഒരു ധാരണയുണ്ടല്ലോ, കേരളം എന്ന് പറയുന്ന ഒരു വലിയ പുരോഗമന സമൂഹമാണ്, ഇവിടെ എല്ലാം ഒന്നാമതാണ് എന്നുള്ളൊരു വലിയ വട്ടം നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ വട്ടം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു വട്ടമാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ തള്ളിക്കളയും. ഈ വട്ടം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു ബലൂണ് പോലെയാണ്. ഒറ്റ സൂചി മതി, കുത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിത്തകർന്ന് താഴെ വീഴും. അതാണ് സത്യം. പക്ഷേ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, നമ്മൾ റിയാലിറ്റിയിൽ നിൽക്കാറില്ല. അപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ട് സിനിമകൾക്കും. സിനിമകൾ നമ്മളുടെ സാമൂഹിക ഘടനയെ, നമ്മുടെ ജാതീയമായ ഘടനയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന സിനിമകൾ ഉണ്ടാക്കിയാൽ ആ സിനിമകൾ വേണ്ട എന്ന് ശഠിക്കുന്ന ഒരിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ IFFK എടുത്ത് നോക്കിയാൽ അറിയാം. IFFK കാണുന്നവരായിരിക്കും നിങ്ങളൊക്കെയും. IFFKയിൽ വരുന്ന എത്ര സിനിമകൾ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളുണ്ട്. അവിടെ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ, രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ വേണ്ട
എന്നുള്ളതാണ് ഏകദേശം നിലപാടുകൾ. രാഷ്ട്രീയമല്ലാതെ ഉള്ള എന്താ പറയുക, നമ്മളെപ്പോഴും പറയും സൗന്ദര്യാത്മകമായ സിനിമകൾ, അത്തരം സിനിമകൾ മതി, നമുക്ക് രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ വേണ്ട എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ സിനിമകളും ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഇതിനെയൊക്കെ ഈ ഒരു റിയാലിറ്റിയിൽ നിന്നാണ് നമ്മൾ സിനിമകൾ ചെയ്യുന്നത്, ആ സിനിമകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു പോരാട്ടം എന്നുള്ള രീതിയിലോ സ്വയം നിലനിൽക്കാനുള്ള ഒരു പോരാട്ടം പറയാൻ പറ്റില്ല, നമുക്കൊരു സ്വയം നിലനിൽക്കാനുള്ള ഒരു ഇതുകൂടിയാണ് ആ സിനിമ എന്നുള്ളതൊരു ആർട്ട് ഫോം കൂടിയാണ്, അതൊരു കൾച്ചറൽ ഫോമാണ്, അതൊരു പൊളിറ്റിക്കൽ ടൂളാണ്. അതിനപ്പുറം നമ്മൾ മറന്നുപോയ ചില മനുഷ്യന്മാരെയും അവരുടെ പ്രശ്നങ്ങളെയും ആ സമൂഹത്തെയും ഒക്കെ അടയാളപ്പെടുത്താനുള്ള ഒന്നുകൂടിയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആ സിനിമയ്ക്ക് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള സമയമായി വരുന്നെന്ന് തോന്നുന്നു, അല്ലേ? എന്നോട് തോന്നുന്നു. അപ്പോൾ ഇതാണ് ആമുഖമായി പറയാനുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ജീവിച്ചിരുന്നു, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, ചിലപ്പോൾ കുറച്ചു കാലം കൂടി ജീവിക്കുമായിരിക്കാം. പക്ഷേ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമകൾ എൻ്റെ തലമുറയിലുള്ള എൻ്റെ മനുഷ്യന്മാരെ പറ്റിയുള്ള, എൻ്റെ കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള, അടിസ്ഥാന വർഗത്തെ പറ്റിയിട്ടുള്ള, അവഗണിക്കപ്പെട്ട മനുഷ്യന്മാരെ പറ്റിയുള്ള സിനിമകളും വിഷയങ്ങളുമാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ അടയാളപ്പെടുത്തലുകളിലൊക്കെ ഒരുപക്ഷെ എൻ്റെ കോംപ്ലക്സുകളുണ്ടാവാം. ആ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കോംപ്ലക്സുകളാണ്, ആവശ്യത്തിന് അനുഭവിച്ചിട്ടുള്ള കോംപ്ലക്സുകളാണ്. അതെൻ്റെ സിനിമകളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഞാൻ മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ അത് ഞാൻ മാറി നിൽക്കാൻ എന്നിലേക്ക് ചുരുങ്ങുന്നതുണ്ടാവാം. അപ്പോൾ ആ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തലും ആ സിനിമകളും ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറഞ്ഞപക്ഷം ആ സിനിമകൾ പഠിച്ച് ഏതാണ്ടൊരു 10-20 പേരോളം ഡോക്ടറേറ്റെങ്കിലും എടുത്തിട്ടുണ്ട്, ആ സിനിമകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു പഠിക്കുകയെങ്കിലും ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടുന്നു എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്ന ഒരു ജനറേഷന് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ പറയുന്ന അടിസ്ഥാന വിഭാഗ ജനങ്ങളുടെ സിനിമകൾ അവർക്ക് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ഇടം കൂടി ഉണ്ടാകണം എന്നുകൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതിനെ തഴയപ്പെടാതെ, ഇഗ്നോർ ചെയ്യാതെ അതിനെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സിനിമാ സമൂഹവും ഒരു അക്കാഡമിക് സമൂഹവും ഒരു രാഷ്ട്രീയ സമൂഹവും കൂടി ഉണ്ടാവട്ടെ എന്നുകൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാറിൻ്റെ സിനിമ ജീവിതത്തിൽ വായനാശീലം എങ്ങനെയാണ് സാറിനെ സ്വാധീനിച്ചിട്ടുള്ളത്? എനിക്കൊന്ന് സിനിമ എന്നുള്ള രൂപത്തിലേക്ക് വരാൻ വായന തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. വായനയും എഴുത്തും എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അടുത്തുള്ള എല്ലാ ലൈബ്രറികളിലും പോകുമായിരുന്നു, ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുമായിരുന്നു, വായിക്കുമായിരുന്നു. വായനയാണ് എന്നെ രൂപപ്പെടുത്തിയെന്ന് പറയുന്നതിൽ അങ്ങനെയാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞല്ലോ, ഒരു അക്കാഡമിക് ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ വായനയാണ്. ഞാനിപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കുന്ന സമയത്ത് എൻ്റെ 50-ാമത്തെ വയസ്സിലാണ് ഞാൻ സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിക്കുന്നത്. അതുവരെ വാടക വീടുകളാണ്. അപ്പോൾ അന്നേരം എനിക്ക് ഉണ്ടായിരുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത്, ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ ആ വീട്ടിൽ എനിക്ക് ലൈബ്രറി ഉണ്ടാകണം. കാര്യം എൻ്റെ പുസ്തകം ഞാൻ മേടിച്ചതും വായിച്ച പുസ്തകങ്ങളൊക്കെ ശേഖരിക്കാൻ ലൈബ്രറി ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഒരു മുറി മുഴുവൻ ഞാനത് എൻ്റെ ഒരു ലൈബ്രറിക്കായിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് എൻ്റെ ലൈബ്രറി തന്നെയാണ്. അപ്പം വായനയാണ് അതിനെ രൂപപ്പെടുത്തുന്നതും ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ഒക്കെ വായന തന്നെയാണത്. ഹലോ സാറേ, ആക്ച്വലി ചോദ്യം കുറച്ച് നാളായിട്ട് IFFKയിൽ വെച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചു, സമയം കിട്ടിയില്ല. ചോദ്യം വളരെ യൂഷ്വൽ ചോദ്യമാണ്. എന്നെപ്പോലെ ചെറിയ 1-2 സിനിമകളിലും തല കാണിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു മറുപടി അത്ര എളുപ്പമല്ല എനിക്ക് പറയാം. കാര്യം ഞാനെപ്പോഴും ഒരു സിനിമ തുടങ്ങുന്ന സമയത്താണ് അതിൻ്റെ അഭിനേതാക്കളെ നോക്കാറുള്ളൂ നമ്മൾ. അപ്പോൾ ഏത് സിനിമയാണ് അടുത്ത് ചെയ്യാമെന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. 2-3 ആലോചന ഉണ്ടാവും, അതിലേതാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. സംഭവിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരാം, ചിലപ്പോൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ആളുകളുടെ മുഖങ്ങൾ വരാം. അപ്പോൾ അന്നേരം ആലോചിക്കുമ്പോൾ വരുന്ന മുഖങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അതിലൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ചിലപ്പം ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു കഥാപാത്രം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നീട് എപ്പോഴും ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഓർത്തോളണമെന്നില്ല.
അപ്പോൾ ഇടക്കിടക്കൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് പറ്റുള്ളൂ. ഹലോ സാർ. സാർ സിനിമയിൽ താങ്കൾക്ക് അനുഭവപ്പെട്ട അവഗണനയും ഇഗ്നോറൻസിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഇന്ന് സിനിമ വരാൻ വരെ അനുവാദമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് ഈ സെൻസർ ബോർഡ് കാരണം. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ? സെൻസർ ബോർഡിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവസാനത്തെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പപ്പന്യൂവിനി ചെയ്ത സിനിമ വരെ സെൻസർ ബോർഡ് കട്ട് ചെയ്തു. അതിൽ കട്ട് ചെയ്യുന്നതിൻ്റെ ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നു. അത് കട്ട് ചെയ്തതിനകത്ത് വാക്ക് കേരളം എന്നുള്ള വാക്ക് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു കേരള സ്റ്റോറിക്ക് പെർമിഷൻ കൊടുക്കുന്ന സെൻസർ ബോർഡാണ്. അതിൽ കേരളത്തെ പറ്റി പറയുന്നത് കട്ട് ചെയ്യണം. അതിലൊരു വാചകമുണ്ട്. അതിൽ ആ വാചകം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കഥാപാത്രം കേരളീയനാണ്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ നാട് കേരളമാണ്, കേരളത്തിൽ ഞാനൊരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ ദളിത് സമരങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് സബോട്ടേജ് ചെയ്യാറുണ്ട്. അത് ഇന്ത്യയിലായാലും കേരളത്തിലായാലും പപ്പന്യൂഗിനിയിലായാലും ഈ ആദിമ വിഭാഗങ്ങൾ അവരുടെ സമരങ്ങൾ അവരുടെ സ്ട്രഗിൾ അതൊക്കെ ബോധപൂർവം ചരിത്രത്തിൽ എഴുതപ്പെടാതെ മാറ്റി നിർത്താറുണ്ട് എന്നൊരു വാചകമുണ്ട്. ഈ വാചകം മൊത്തം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് വാചകം കട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ കേരളം എന്നുള്ളതും കട്ട് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സിനിമകൾ കൂടുതലായും കാണിക്കുന്നത് ചലച്ചിത്രമേളകളിലാണ്. അവിടെ സെൻസറിങ് ആവശ്യമില്ല. തിയേറ്ററിൽ പോകുന്നതല്ലേ ഉള്ളൂ സെൻസറിങ് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെൻസർ ചെയ്യാത്ത വെർഷനാണ് ഈ ലോകത്ത് എവിടെയും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സെൻസറിങ് ആവശ്യമില്ല. ഇപ്പം എവിടെ കാണിച്ചാലും ആ സിനിമകളാണ് കാണിക്കുന്നത്. ഇപ്പം തിയേറ്ററിലേക്ക് വരുന്ന സിനിമകൾക്ക് മാത്രമാണ് സെൻസറിങ് ബാധകം. സെൻസറിങ് വേറൊരു വിഷയമാണ്, ഒത്തിരി പറയാനുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനകത്തേക്ക് അത് സംസാരിക്കാനും പറ്റാത്തൊരു കാര്യമാണത്. നമസ്കാരം സാർ, ഇവിടെ ഡോക്ടർ അഭിജിത്ത്. പറഞ്ഞാൽ അറിയും, പിന്നെ പറയാം. അപ്പോൾ ഹോമിയോ ഡോക്ടർ തന്നെയാണ്. എൻ്റെ ചോദ്യം ഇതാണ്. സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് സാറിനോട് ഒറ്റൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. സാറല്ലാതെ ആരെ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യും ഇൻ കേരള സിനിമ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാറ് കൂടി ഒരു നോ പറയുകയാണെങ്കിൽ, സാറിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുകയാണെന്ന് പറയുകയാണെങ്കിൽ, പിന്നെ നമ്മുടെ ഇടയിലുള്ള ആര് പറയും? ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സാറ് തന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. അത് എനിക്ക് തോന്നുന്നതേ, ഈ ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്തിനാണ് സിനിമയിൽ ഈ എന്താ പറയുക ഒരു ഈ നല്ലതല്ലാത്ത എന്നുള്ളതാണോ അതിൻ്റെ ഒരു വാക്കെന്ന് എനിക്കറിയില്ല. നമുക്കത്ര താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഈ സിനിമയിൽ പറയുന്നത്? ആൾക്കാരുടെ ദുരന്തങ്ങൾ, ആൾക്കാരുടെ ദുരിതങ്ങൾ, ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ, അവർക്കെതിരെയുള്ള അവഗണനകളൊക്കെ എന്തിനാണ്? ഇതുകൂടി പറയാനാണ് സിനിമയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഹിറ്റാവാൻ വേണ്ടിയിട്ടല്ല സാർ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സിനിമകളെ എടുക്കാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ? പ്രൊഡക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഭാഗ്യവശാൽ എൻ്റെ സിനിമകൾക്കുണ്ടായിട്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സിനിമകളും നിർമ്മിച്ചിട്ടുള്ളത് എൻ്റെ ഒരേ നിർമ്മാതാക്കൾ തന്നെ 2-3 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നതൊക്കെ എങ്ങനെയാണ്, എൻ്റെ കൂടെ സിനിമ ചെയ്ത ആളുകൾ തന്നെയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള നിർമ്മാതാക്കൾ ഭാഗ്യവശാൽ അവർ കുറച്ചുകൂടി ആർട്ടിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്. ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ മാത്രം പണം ഇറക്കി അതുമാത്രം എന്ന് വിചാരിക്കുന്ന ആളുകളല്ല. അവർക്ക് ആ ഇറക്കുന്ന തുകയെക്കാട്ടിലും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇത്തരം സിനിമകൾ, ഇത്തരം വിഷയങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള മനുഷ്യന്മാരാണ് വന്നിട്ടുള്ളത്. എനിക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ നിർമ്മാതാക്കൾ അവരെ ഇതിനെ ഒരു കച്ചവടം എന്നുള്ളതിനപ്പുറത്ത് ഒരു കലാപരമായ ഒരു ഇടപെടൽ, അവരുടെ ഒരു രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ അവരതിനോട് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഒന്നിലധികം സിനിമകൾ ചെയ്തിട്ടുള്ളതും. പല സിനിമകളും ചെറിയ ബജറ്റല്ല, അത്യാവശ്യം നല്ല ബജറ്റ് തന്നെയാണ്. പലപ്പോഴും ചില കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുന്ന അതേ ബജറ്റുകളിൽ സിനിമകൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇപ്പോൾ അദൃശ്യാലയങ്ങൾ പോലുള്ള ഒരു സിനിമ വലിയ ബജറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വീട്ടിലേക്കുള്ള വഴിയായാലും ആകാശത്തിൻ്റെ നിറമായാലും ഒക്കെ. പക്ഷേ അവരൊക്കെ അതിനോട് കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില നിർമ്മാതാക്കൾ നമ്മളെ അന്വേഷിച്ച് വരുന്നു, ഞങ്ങൾക്കൊരു നല്ല സിനിമ ചെയ്യണം എന്നുള്ളതാണ് എന്ന് വിചാരിച്ച് വരുന്നു എന്നുള്ളതാണ് ഒരു വിധത്തിൽ അതൊരു വലിയ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് തന്നെ അത് കൂട്ടാറുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കുറഞ്ഞു വരുന്നുമുണ്ട്. ഹായ് സാർ, സാറ് പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമ അത് ഇങ്ങനെ മാത്രമേ ഈ സിനിമ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞത്. എനിക്ക് സാറിനോട് എതിർപ്പുണ്ട്. അത് സാറ് ഇപ്പോൾ ജെയ്ഫീം പോലെ സിനിമ തമിഴ്നാട്ടിലെടുത്തിട്ട് അത് കൊമേഴ്ഷ്യൽ ഹിറ്റൂടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും സമൂഹത്തിൽ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി യു ഹാവ് ടു മേക്ക് ഇറ്റ് അതൊരു കൊമേഴ്ഷ്യൽ സക്സസ് കൂടെ ആക്കണ്ടേ? ആ ഒരു റെസ്പോൺസിബിലിറ്റി സാറ് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാറ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അതിൽ
ഈ കൊമേഴ്ഷ്യൽ സക്സസ് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊമേഴ്ഷ്യൽ സക്സസ് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊമേഴ്സ്യൽ നമ്പർ ഓഫ് ഫുഡ് സ്റ്റെപ്സ്. നമ്പർ ഓഫ് ഫുഡ് സ്റ്റെപ്പ് അല്ലേ? അതെ. ആൾക്കാർ കാണുന്നതല്ലേ? യെസ് യെസ്. ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിറവി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. പിറവി ഓർക്കുന്നുണ്ടല്ലോ? യെസ്. പിറവി ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. പലയിടത്തായിട്ട് പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ കാണുന്നുണ്ട്. പിറവി ഇറങ്ങിയ സമയത്ത് 100 ദിവസം ഓടിയ ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നു. പറയാമോ പേര്? ഇല്ല. ഇപ്പോൾ കാണുന്നുണ്ടോ ആ സിനിമ ആൾക്കാരെ? ഇല്ല. സിനിമയുടെ കാഴ്ചക്കാരുടെ എണ്ണം കണക്കാക്കുന്നത് ഒരു സമയത്ത് ഒരു തിയേറ്ററിൽ വന്ന് ഇടിച്ചു കുത്തി കാണുന്ന ആൾക്കാരുടെ എണ്ണത്തിലല്ല. ആ സിനിമ എത്ര കാലത്തോളം, എത്ര ഇടങ്ങളിൽ, എത്ര രാജ്യങ്ങളിൽ, ദേശങ്ങളുടെ അതിർവരമ്പുകൾ കടന്ന് എവിടെയൊക്കെ കാണിച്ചു എന്നുള്ളതല്ലാണ് ആ സിനിമയുടെ. അതൊരു കൗണ്ട് നമുക്ക് കണക്ക് കൂട്ടുന്നതിനപ്പുറത്താണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ കണ്ടിട്ടുള്ള മലയാള സിനിമ എന്ന് പറയുന്നത് പിറവിയും സ്വയംവരമൊക്കെ ആവും. ഇപ്പോഴും കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ അത്തരം സിനിമകളുടെ കാണലുകളെന്ന് പറയുന്നത് ആ സിനിമ ഇറങ്ങിയ കാലത്ത് മാത്രമല്ല, അത് സിനിമയുള്ള കാലത്തോളം ആ സിനിമ കണ്ടുകൊണ്ടേയിരിക്കും. അത് എണ്ണം കുറവായിരിക്കും. പക്ഷേ ആ കുറഞ്ഞ എണ്ണം പല രാജ്യങ്ങളിൽ, പലയിടങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അതിർത്തികളൊക്കെ ഭേദിച്ച് കാണുമ്പോൾ ഈ ചെറിയ എണ്ണം എല്ലാം കൂടെ കൂട്ടിയാൽ ഒരുപക്ഷെ ഇവിടുത്തെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഒരു 100 ദിവസം കൊണ്ട് ഓടിയ ആൾക്കാരുടെ 500 ഇരട്ടി വരുമോ ചിലപ്പോൾ ആ കാണികളുടെ എണ്ണം. അത് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല. അതാണ് കാണികളുടെ എണ്ണം. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, പക്ഷേ ഇത് കൂടുതലും കാണുന്നതെന്ന് നമ്മളെപ്പോലുള്ള പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ ഒരു എലൈറ്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ലേബൽ ചെയ്യപ്പെടാവുന്ന ആൾക്കാരാണ് സാറ് പറയുന്ന ഈ സിനിമയുടെ പ്രേക്ഷകர்கள். ടു ദ മാസസ് അത് പോകുന്നില്ല. അവരുടെ ഇടയിലേക്കും കൂടെ പോകണ്ടേ. ആരാണ് ഈ മാസ്? ഈ പറയുന്ന എന്താ പറയുക, ഏറ്റവും സ്ത്രീവിരുദ്ധമായ സിനിമകൾ, ഏറ്റവും ദളിത് വിരുദ്ധമായ സിനിമകൾ, ഏറ്റവും സാമൂഹ്യമായ വിരുദ്ധമായ സിനിമകൾ 100 കോടി ക്ലബിൽ കയറുന്ന ആ ഇടത്ത് വരുന്ന ആളുകളാണോ മാസ്? അതായത് ഏറ്റവും നിങ്ങൾ ഒരു 100 കോടി ക്ലബിൽ കയറിയ സിനിമകൾ എടുത്തു നോക്കൂ, അതിൻ്റെ പൊതു സ്വഭാവമുണ്ട്. ഏറ്റവും സ്ത്രീവിരുദ്ധമായ സിനിമകളായിരിക്കും അത്. ഏറ്റവും ദ്വയാർത്ഥ അശ്ലീല പരാമർശങ്ങളുള്ള സിനിമകളായിരിക്കും അത്. ആ സിനിമകളാണോ നമ്മൾ ഈ മാസം എന്ന് പറയുന്നത്? ആ മാസിനെയാണോ നമ്മൾ ഈ തിയേറ്ററിലേക്ക് കയറ്റേണ്ടത്? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ മാസം എന്ന് വിചാരിക്കുന്നത്, ഈ ചലച്ചിത്ര അക്കാദമിക്ക് ഈ സംവിധാനമുണ്ട്, ടൂറിംഗ് ടാക്കീസ് എന്ന് പറഞ്ഞ്. അവരെ എല്ലാ സ്ഥലങ്ങളിലും സിനിമകൾ കാണിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൽ ടൂറിംഗ് ടാക്കീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയായിരുന്നു, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സിനിമകൾ കാണിക്കുന്ന ആദിവാസി ഊരുകളിൽ, പട്ടികവർഗ കോളനികളിൽ, സ്കൂളുകളിൽ ഒക്കെയാണ്. അവർ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള സിനിമകൾ അവരൊരു കളക്ഷനുണ്ട്, മലയാള സിനിമകളുടെ ഒരു കളക്ഷനുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ചലച്ചിത്ര അക്കാദമി ഒരുപക്ഷെ ഔദ്യോഗികമായി പറയില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ കൂടെ പോകുന്ന ഞങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള സിനിമകൾ പേരറിയാത്തവരും വെയിൽമരങ്ങളുമാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആദിവാസി കോളനികളിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ കാടുപൂക്കുന്ന നേരവും ആളുകൾ ഈ സിനിമകൾ കാണുന്നുണ്ട്, അതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു 100 പേരോ 150 പേരോ ഒക്കെയാണ്. അല്ല സാർ, ഞാൻ പറഞ്ഞ പോയിന്റിനകത്ത് ഇതാണ് സാറ് പറഞ്ഞു. അങ്ങനെ ഒരു അപ്രോച്ച് മാത്രമല്ല ഇത് എത്തേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു നല്ല സാധനം നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു കളർഫുള്ളായ എന്തെങ്കിലും ചേർത്തിട്ട് അങ്ങനെ ആകർഷിച്ച് കൊടുക്കുന്ന പോലെ നമ്മൾ ഇതിൽ സാറിന് ആ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ എടുത്തുകൊണ്ട് ഇത് ചെയ്യണമെന്ന് ഇത് എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ ആ ഒരു ആംഗിളാണ് ഉദ്ദേശിച്ചത്. ഇല്ല, ഒട്ടും താല്പര്യമില്ല. ഞാൻ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ മിഠായി കൊടുക്കും, അതിനകത്ത് മയക്കുമരുന്നോട് ചേർത്ത് ഞാൻ കൊടുക്കില്ല. അപ്പോൾ പറഞ്ഞല്ലോ മാർക്സിസ്റ്റ് ആ സൈദ്ധാന്തികതയെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പോയിക്കൂടെ എന്നുള്ള കാര്യം. ശ്രീ ബിജു പറഞ്ഞതിന് ചേർത്ത് പറയേണ്ട ഞാനും കൂടെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാം. രാമൻ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്തത്? 2009 രാമൻ എന്ന സിനിമ ബിജു പ്രൊഡ്യൂസ് ചെയ്തത് ആഗോളീകരണത്തിനെതിരെയും അതിനെതിരെ VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും വളരെ മനോഹരമായി ചിത്രീകരിച്ചൊരു സിനിമയായിരുന്നു രാമൻ. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അത് അവഗണിച്ചു എന്ന് മാത്രമല്ല, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കാണിക്കുന്നതിന് തടയുകയും ചെയ്തു. ബിജു ഈ നിശബ്ദമായി വിപ്ലവം നടത്തുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങൾ കണ്ടതുപോലെ അല്ല. ഈ ആത്മരോക്ഷം എന്ന് പറയുന്നത് വളരെ ഭംഗിയായി പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും പറയേണ്ടടുത്ത് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, വക്കീലെ, ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ട്,
ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ കേരള ഹൈക്കോടതിയിൽ ആ രാമൻ എന്ന സിനിമ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ കാണിക്കുവാൻ വേണ്ടി ഒരു റിപ്പറ്റീഷൻ മൂവ് ചെയ്തു. വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി വന്ന് പറഞ്ഞു, ഇത് ശരിയായ രീതി അല്ല, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കോടതി രാമൻ എന്ന സിനിമ കാണുകയും കണ്ടിട്ട് ആ വിധി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബിജുവിനറിയാമത്. പറഞ്ഞത്, മാറുന്ന ലോകവ്യവസ്ഥയിൽ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ ജനങ്ങളുടെ അവകാശങ്ങളും അവകാശ നിഷേധത്തിനെതിരെയും ചലച്ചിത്ര ഭാഷയിൽ ഭംഗിയായി കാണിച്ച ഈ ചിത്രം എന്തുകൊണ്ട് തഴഞ്ഞു, അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ പ്രത്യേകമായി ഈ നിശാഗന്ധിയിൽ തന്നെ അല്ലേ പ്രത്യേകമായി സ്ലോട്ട് ഇട്ട് ആ സിനിമ കാണിക്കണമെന്ന് നിർദ്ദേശിക്കുകയും 2 ദിവസം അതിന് പ്രസിദ്ധീകരണത്തിന് സമയം കൊടുക്കണമെന്നും കൊടുത്ത് 3-ാമത്തെ ദിവസം സിനിമ കാണിച്ച വ്യക്തിയാണ് ശ്രീ ബിജു. അതുകൊണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബിജുവിൻ്റെ രാഷ്ട്രീയം എന്നും അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ഈ മുഖ്യധാര ചലച്ചിത്ര നിർമ്മാണക്കാരും സംവിധായകരും മറ്റ് ബന്ധപ്പെട്ടവരും അവർക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് വളരെ ശക്തമാണ്. അതിനപ്പുറം ആ സിനിമയുടെ വ്യാകരണവും ഭാഷയും അല്ലെങ്കിൽ നിയതമായ തത്വങ്ങളുമൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ സംസ്കാരം ബിജുവിനെപ്പോലൊരു കൊണ്ടുവരുമ്പോൾ എപ്പോഴും എതിർപ്പുണ്ടാവും. ആ എതിർപ്പുകൾ അവഗണിക്കുന്നു എന്നുള്ളതാണ്. അവഗണിച്ചുകൊണ്ട് 20 സിനിമകൾ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്തരം. അതുകൊണ്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഇനിയും വീണ്ടും കുറേ ചലച്ചിത്രങ്ങൾ ഉണ്ടാകട്ടെ, പ്രതിഷേധം തുടരണം. ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദലിത് ആദിവാസികളുടെ പാവപ്പെട്ടവരുടെ വിഷയം ദൃശ്യഭാഷയിൽ കൊണ്ടുവരുന്നതിന് എപ്പോഴും പൊതുസമൂഹം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. നന്ദി, നമസ്കാരം. അന്ന് കോടതി വിധിയായിട്ട് ആ സിനിമ കാണിക്കാനായിട്ട് ചലച്ചിത്ര അക്കാദമിയോട് പറഞ്ഞപ്പോൾ ചലച്ചിത്ര അക്കാദമി തന്ന സ്ലോട്ട് രാത്രി 9 മണിയാണ്. എന്നിട്ട് 9 മണിക്ക് നിശാഗന്ധിയിൽ നിലവിച്ചിലേക്ക് അറിയാൻ തോന്നുന്നത് 9 മണിക്ക് തന്നിട്ട് 7 മണിയായപ്പോൾ നിശാഗന്ധിയിലേക്കുള്ള ലൈറ്റ് മൊത്തം അണച്ചു, ഫുൾ ലൈറ്റ് അണച്ചു. ആരും വരരുത് അതിന് വേണ്ടിയിട്ട്. അവസാനം അന്ന് കാണാൻ വന്ന ആളുകൾ മുദ്രാവാക്യം വിളിച്ച്, എനിക്ക് തോന്നുന്നു അന്നുള്ള കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ടാവും, ആൾക്കാർ വന്ന് മുദ്രാവാക്യം വിളിച്ച് ബഹളം ഉണ്ടാക്കി ലൈറ്റ് കത്തിച്ചിട്ടാണ് അന്ന് ആ സിനിമ കാണിച്ചത്. അപ്പോൾ ചലച്ചിത്ര അക്കാദമിയുമായി അങ്ങനെ ബന്ധപ്പെട്ട് കുറേയേറെ ഇതുണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ സെഷനിൽ പറയുന്നതിനപ്പുറത്ത് ചലച്ചിത്ര അക്കാദമി മാത്രം ഒരു സെഷനായി പറയാൻ മാത്രം ഉണ്ടാവും. താങ്ക് യു സർ. സിനിമയിലേക്കുള്ള വഴി എന്ന സെഷൻ നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ മനോഹരമായി അവതരിപ്പിച്ച ബിജു സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി പറയുന്നു.